ഹിന്ദി ഒട്ടും അറിയാത്തവർക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട ഏതാനും ചില വൊക്കാബുലറികളും സംസാരങ്ങളും നമുക്ക് നോക്കിയാലോ. ആദ്യമായി യേ ഹമാര ദഫ്തർ ഹെ, ദഫ്തറിന് ഓഫീസാണ്. യേ മക്തബ് ഹെ, ഹിന്ദിയിൽ ഓഫീസിന് ദഫ്തർ എന്നാണ് പറയുക, അറബിയിൽ മക്തബ് എന്നൊക്കെ പറയും. അതാണ് ഓഫീസ്. മേ ഓഫീസ് മേ കാം കർ റഹാ ഹും, ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് ഓഫീസിൽ കാം. ഞാൻ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. മേ ഓഫീസ് മേ കാം കർ റഹാ ഹും. അച്ഛാ ഓഫീസ് കെ ഡ്യൂട്ടി ടൈം കൈസേ ഹേ? ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇംഗ്ലീഷ് വേർഡാണ് കൈസേ ഹേ. എങ്ങനെയാണ് ഡ്യൂട്ടി ടൈം? കൈസാ ഹേ എന്ന് പറഞ്ഞാൽ മതി. ബഹുമാനത്തോടൊക്കെ പറയുമ്പോഴാണ് കൈസേ ഹേ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂട്ടി ടൈം എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു സുബ 7 बजे से शाम 5 बजे तक. ഓ ലംബി ടൈം ആണ്. സുബ 7 बजे से, രാവിലെ 7 മണി മുതൽ, ഷാം, അപ്പൊ സുബ നമ്മൾ പഠിച്ചു, ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, ഷാം കോ 5 बजे तक. അപ്പൊ സേ തക്, സേ എന്ന് പറഞ്ഞാൽ നിന്ന്, മുതൽക്ക്. അപ്പൊ ഫ്രം ടു പറയുമല്ലോ നമ്മള്, അതായത് 7 o'clock ഫ്രം ആണ്, 2 എന്ന് പറയുന്നത് 5 o'clock ആണ്. ഓക്കെ, തക് ഹമാര കാം. അച്ഛാ ആപ് കാം കർ ലീജിയെ. ഒരാളോട് പറയും നിങ്ങൾ ജോലി ചെയ്യൂ. ജി മേരെ കാം ഖത്തം ഹോ ഗയാ, എൻ്റെ ജോലി തീർന്നു. മേരെ ഡ്യൂട്ടി ഖത്തം ഹോ ഗയാ, എൻ്റെ ഡ്യൂട്ടി തീർന്നു. ഖത്തം ഹോ ഗയാ, അത് നമ്മൾ വേറെ എന്തോ, ഇപ്പൊ പാനി, ടോയ്ലറ്റിൽ വെള്ളം തീർന്നു, ടോയ്ലറ്റ് മേ വാഷ്റൂം മേ പാനി ഖത്തം ഹോ ഗയാ, അങ്ങനെ അവിടെയും അത് പറയാം. എന്നാൽ ഫിനിഷായി, കഴിഞ്ഞുപോയി എന്ന അർത്ഥത്തിനും ഖത്തം ഹോ ഗയാ എന്ന് പറയാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ കാം കർണ, ജോലി ചെയ്യുക. യേ ഹമാര ഖാസ് ഓഫീസ് ഹേ, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ഓഫീസാണ്. മേ യഹാം ബൈഠ് റഹാ ഹൂം, ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. യേ മേരി ചെയർ ഹേ, ഇതാണ് എൻ്റെ ചെയർ. ആപ്കോ മേ ക്യാ കറൂം ആപ് കർക്കെ ദേ ദൂം, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഇങ്ങനെ കുറേ വാക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഓഫീസ് ഡ്യൂട്ടി മേ आप काम करते हैं तो आप हो सकते ഫിംഗർ होना चाहिए. सबसे पहले सुबह से നിങ്ങൾ പുതിയൊരു നോർത്ത് ഇന്ത്യയിൽ ഓഫീസ് ജോലി കിട്ടി. അപ്പോൾ അവർ പറയാം നിങ്ങളോട് ആപ്കാ പെർഫെക്റ്റ് ടൈം മേ ആക്കെ ഫിംഗർ കർനാ ഹെ, നിങ്ങൾ പെർഫെക്റ്റ് ടൈം മേ ആക്കെ, ഇംഗ്ലീഷൊക്കെ കൂട്ടിയിട്ടാണ്, നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിൽ വന്നുകൊണ്ട് നിങ്ങൾ ഫിംഗർ ചെയ്യണം. ഷാം കോ ടൈം സെ ആപ് ജാനാ ഹെ, ടൈം ഷെഡ്യൂൾ ആപ് ഖയാൽ രഖ്നാ ഹെ, ടൈം ഷെഡ്യൂൾ ഖയാൽ രഖ്നാ ഹെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം ഷെഡ്യൂൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഖയാൽ രഖ്ന, ശ്രദ്ധിക്കണം. ബെഹ്തർ സെ ആപ്ക കാം ഹോ ജായേഗ, അപ്പോൾ നിങ്ങളുടെ വളരെ നന്നായിട്ട് ജോലി പോകും. ഏതായിരുന്നാലും ഇവിടെ സന്തോഷം. ഇന്ന് പഠിച്ച വാക്കുകളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തായിരുന്നാലും ഹിന്ദിക്കാരെ പോലെ ഇനിയും നിങ്ങൾക്ക് ഹിന്ദി ഭാഷയിൽ പെർഫോം ചെയ്യാം. അതിനുവേണ്ടി ഹിന്ദി യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ധന്യവാദ്, ബഹുത് ശുക്രിയ.